ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CGL 2024 വേണ്ടിയുള്ള ക്ലാസ് സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിലെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മുന്നത്തെ ക്ലാസ്സുകൾ CGL 2024 എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചു വരിക. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈൻ CGLന്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിലെ CGLന്റെ കോഴ്സിലെ ക്ലാസ്സുകൾ, ഡെമോ ക്ലാസ്സുകൾ കണ്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി കോഴ്സുകളെല്ലാം അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. യെസ്, അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവാം. ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ എല്ലാം റേഷ്യോ പ്രപ്പോർഷൻ്റെ എല്ലാം ബേസിക് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പീഡാണ് എന്ന് തോന്നുന്നവർക്ക് വേണ്ടി അവർ ആ ഒരു ചാപ്റ്ററിൻ്റെ നെയിമും ദിശ അക്കാഡമിന്നും കൂടെ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ക്ലാസ്സിൻ്റെ ലിങ്ക് കിട്ടും. ആ ബേസിക് ക്ലാസ് ഫുള്ളായിട്ട് കാണുക. അങ്ങനെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും സ്പീഡായിട്ട് തോന്നത്തില്ല. നമുക്ക് എക്സാം ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള മെത്തേഡ്സ് ആണ് നമ്മളുടെ ക്ലാസ്സുകളിൽ സെറ്റാക്കി പോകുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ബേസ് ക്ലാസ് മാത്രം കൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് എക്സാം സെറ്റാക്കാൻ പറ്റില്ല. അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കാര്യം മനസ്സിലായി കാണും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് സ്പീഡായിട്ട് തോന്നുന്നു, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ട് സെറ്റാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് ബാക്കി സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ റേഷ്യോയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A:B തന്നിട്ടുണ്ട് 2:3, C:D തന്നിട്ടുണ്ട് 5A:3B, ദെൻ 2C:5D ആണ് വേണ്ടത്. അപ്പോൾ ഇത് എക്സാമിന് ഞാൻ എങ്ങനെ ചെയ്യും എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ വഴിയും നിങ്ങൾക്ക് പറഞ്ഞുതരാം. A 2 യൂണിറ്റ് ആണെങ്കിൽ B 3 യൂണിറ്റ് ആണ്. C:D എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തരാതെ C:D 5A:3B തന്നിട്ടുണ്ട്. 5A എന്ന് പറയുമ്പോൾ 5 2 10, B 3 ആണ്. അപ്പോൾ 10:9 കിട്ടും. ഇപ്പോൾ 2C എന്ന് പറയുമ്പോൾ 10 2 20, 2 × 10 10 20, 5 × 9 45, 20:45, 5 വെച്ച് കിട്ടുമ്പോൾ 4:9. ഓപ്ഷൻ സി എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന വീഡിയോ സെർച്ച് ചെയ്യുക, അത് ഡെയിലി എഴുതുക. അപ്പോൾ അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല, ഡെയിലി എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എന്താണ് ഞാനിവിടെ ചെയ്തതെന്ന് പറയാം. A:B 2:3 ആണ്. ഇപ്പോൾ C:Dയുടെ വാല്യൂ വന്നിട്ടുണ്ട്, അത് ഡയറക്റ്റ് തരാതെ 5A എന്ന് പറയുമ്പോൾ എക്ക് 2 ആണ് വാല്യൂ. ഇപ്പോൾ ഇവിടെ 2:3, കാര്യം കോമൺ ആയിട്ടുള്ളതെല്ലാം വെട്ടിപ്പോകുന്നതാണ്. അതെല്ലാം നമ്മുടെ റേഷ്യോ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്ക് 2 കൊടുക്കുമ്പോൾ C എന്ന് പറഞ്ഞാൽ എന്താവും, 10 ആവും. B എന്ന് പറയുമ്പോൾ 3 × 3 9 ആവും. ഇനി ചോദിച്ചേക്കുന്നത് അതിൽ നിന്നുള്ള വാല്യൂ 2C എന്ന് പറയുമ്പോൾ 2 × 10 20, 5D എന്ന് പറയുമ്പോൾ 5 × 9 45. ഇങ്ങനെ എഴുതി ചെയ്യുന്നതും നോക്കി ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് സമയത്തിൻ്റെ. കുറച്ച് ആൾക്കാർ ഇങ്ങനെ എഴുതുന്ന ഒരാൾക്കാർ കാണും, 5 × 2 റേഷ്യോ 3 × 3. അപ്പം ഇങ്ങനെ എഴുതുന്നവർക്ക് ഒരുപാട് സമയം എടുക്കും കട്ട് ഓഫിലോട്ട് എത്താൻ വേണ്ടി, കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് മനസ്സിലാക്കുക. മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ നിന്നും നിങ്ങൾ ഡയറക്റ്റ് എഴുതുന്ന ഒരു ലെവലിലോട്ട് വരിക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സും പിന്നെ എല്ലാത്തിൻ്റെയും ബേസിക് വീഡിയോയും SSC GD 2022 പ്ലേലിസ്റ്റ്. യെസ്, നമുക്കത് കണ്ട് സെറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പെൻ ഫ്രീ മെത്തേഡിലോട്ട് വരുന്ന രീതിയിൽ തന്നെ സെറ്റ് ആക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A+B/A-B, B+C/B-C, C+D/C-D. A:C:D ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ എക്സാമിന് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് വരേണ്ടത് ആ ഒരു ലെവലിലോട്ടാണ്. A/B എനിക്ക് കിട്ടും 10/4. 10/4 എന്ന് പറയുമ്പോൾ 5/2, 5/2. ഞാൻ ഇത്ര എഴുതുള്ളൂ, 5/2. 5 2 വരുന്ന ഓപ്ഷൻ ഉണ്ട്, 5 2 വരുന്ന ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യും, ഞാൻ ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ട് പോകും. 5 2 വരുന്ന ഓപ്ഷൻ അത് മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്ത് കഴിഞ്ഞു, എൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞു. യെസ്, എത്ര സിമ്പിളായിട്ട് ചെയ്യും. നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. എങ്ങനെ 5 2 അല്ലല്ലോ, 5 2 ഇതാണ്. എയും ബി ഇല്ല, എയും ബിയും ഇല്ല. ഓക്കെ, സോറി, ബി അല്ല ആൻസർ, എയും സിയും ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബിയും സി. ഇപ്പോൾ B/C നമുക്ക് എന്ത് കിട്ടും, B/C 8/3. ഓക്കെ, 8 8 8 8 8. ഇത് A/B. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, എക്സാം ചെയ്യുന്ന വഴി ഞാൻ കാണിച്ചു തരാം. യെസ്, ഡയറക്റ്റ് ചെയ്യുവാണ്. A/B നമുക്ക് കിട്ടും 10 4 5 2 കിട്ടും. മറ്റേ B/C നമുക്ക് കിട്ടും 8 6 4 3 കിട്ടും. C/D കിട്ടും 4 2 2:1
1 കിട്ടും. സി ഡി എന്ന് പറയുന്നത് 2:1 അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ എയും സിയും. ഓക്കെ, എയും സിയും ബി ഇവിടെ 2 ആണ്. ഇപ്പൊ 4 ഇവിടെ 10 10:3 10:3 വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരാൾ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? ഇവിടെ നമ്മൾ കമ്പോണന്റോ ഡിവിഡൻഡോ, CND എന്ന് പറയുന്ന കമ്പോണന്റോ ഡിവിഡൻഡോ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എന്താണ് കമ്പോണന്റോ ഡിവിഡൻഡോ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ എക്സാമ്പിൾ a+b/a-b തന്നിട്ടുണ്ട്, ഈക്വൽ ടു 7/3. അപ്പോൾ നമ്മുടെ കമ്പോണന്റോ ഡിവിഡൻഡോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. കമ്പോണന്റോ ഡിവിഡൻഡോ റൂൾ അനുസരിച്ച് നമ്മളൊരു റേഷ്യോ LHS RHS എഴുതിയിരിക്കുന്നു. ആ റേഷ്യോയിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂട്ടി ന്യൂമറേറ്റർ എഴുതുക. അപ്പോൾ a+b+a-b 2a കിട്ടും. ആ റേഷ്യോയിൽ തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കുറച്ച് ഡിനോമിനേറ്റർ എഴുതുക. a+b ഒരേ ഓപ്പറേഷൻ ചെയ്യുന്നു, a+b - a-b. അപ്പം എയും -a ആവും, a ചെയ്യുമ്പോൾ -b എന്നുള്ളടത്ത് പ്ലസ് ആവും, മൈനസ് പ്ലസ് ആവും. 2b എന്ന് വരും. അതേ ഓപ്പറേഷൻ തന്നെ എന്ത് ചെയ്യുക, RHSലും ചെയ്യാം. 7+3 ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കൂടി 10, 7 - 3 4. നമുക്ക് ഈ 2 ഉം 2 വെട്ടിപ്പോയി. ഡയറക്റ്റ് a/b ഈക്വൽ ടു 10/4 എന്ന് പറഞ്ഞാൽ 5/2 എന്ന് കിട്ടും. അത് a 5 ആണെങ്കിൽ b 2 ആണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഇതേപോലെയാണ് വരുന്നതെങ്കിൽ a+b/a-b ഈ ഫോമിലാണ്, മേളിൽ പ്ലസും താഴെ മൈനസും ആണെങ്കിൽ നമുക്ക് ഏത് ഫോമിൽ വന്നാലും നമ്മുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതും a/b ആയിരിക്കും. ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ഡിവൈഡ് ചെയ്യുക, 10/4 5/2. അപ്പൊ അങ്ങനെയാണ് ഡയറക്റ്റ് എന്ത് ചെയ്തത്, നമ്മൾ ഈ ഒരു പോർഷൻ എഴുതിയത്. അപ്പൊ ഇതിന്റെ ബാക്കിൽ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോയി എക്സാമിന് പോയിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒരു രീതിയിൽ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യവും പറയുന്നു, അതുപോലെ എക്സാമിന് ചെയ്യേണ്ട കാര്യവും പറയുന്നു. അതാണ് നമ്മളുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ബേസിക് കാര്യം മാത്രം പഠിപ്പിച്ചു വിട്ടാൽ നിങ്ങൾ ഒരുപാട് സമയമെടുക്കും ഇതിലോട്ട് എത്താൻ വേണ്ടി. അപ്പം അങ്ങനെയല്ല, ഈ ഒരു ലെവലിലോട്ട് എത്താൻ വേണ്ടിയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ബാച്ചും ബാക്കി ക്ലാസ്സുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവലിലാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേ കാര്യം തന്നെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഈ പഠിച്ച കാര്യങ്ങൾ കമ്പൗണ്ട് ഡിവിഡൻഡ് ഇപ്പോൾ സെറ്റ് ആക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതേ കാര്യം ചെയ്യുമ്പോൾ b/c ഡയറക്റ്റ് എന്ത് ചെയ്യാം, b/c എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ കമ്പൗണ്ട് ഡിവിഡൻഡ് കൊടുക്കുക. 7 8 7 - 1 6 8/6 എന്ന് പറയുമ്പോൾ 4:3. അതാണ് ഇവിടെ എഴുതിയത്, b/c 4:3. ഇനി c+d/c-c മേളിൽ പ്ലസും താഴെ മൈനസും ആ ഫോമിലാക്കുക കേട്ടോ. അപ്പോൾ c/d ഇത് തിരിഞ്ഞാണ് നടക്കുന്നെങ്കിൽ ആ ഒരു രീതിയിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, c/d എന്ന് പറഞ്ഞാൽ 3 4 3 - 1 2, അതായത് 2:1 എന്ന് കിട്ടും. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് a/c/d ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ വഴി എന്ത് ചെയ്യണം, അതിനെ ചെക്ക് ചെയ്യണം. അപ്പോൾ c/d എന്ന് പറഞ്ഞാൽ സിയും ഡിയും റേഷ്യോ 2:1, അതായത് c 2 യൂണിറ്റ് ആണെങ്കിൽ d 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് c/d ആ, സിയും ഡിയും. അപ്പോൾ ഇത് 2:1 ആണോ അല്ല, 2:1 ആണോ അല്ല, ഈ 2 ഓപ്ഷനേ അങ്ങനെ ഉള്ളൂ. ചിലപ്പോൾ ഒരു ഓപ്ഷനേ കാണത്തുള്ളൂ, നമ്മൾ എന്ത് ചെയ്യും, അത് മാർക്ക് ചെയ്യും. ഇനി എയും സിയും നോക്കാം, അല്ലെങ്കിൽ എയും ഡിയും ദൂരെ കിടക്കുവാണ്, എയും സിയും നോക്കാം. എയും സിയും നോക്കണമെങ്കിൽ എന്തുണ്ട്, എയും ബിയും ഉണ്ട്, ബിയും സിയും ഉണ്ട്. ഇവിടെ b 2 യൂണിറ്റ് ആണ്, ഇവിടെ b 4 യൂണിറ്റ് ആണ്. എന്ത് ചെയ്യുക, രണ്ടിനെ ഈക്വൽ ആക്കുക. ഇവിടെ b 4 യൂണിറ്റ് ആകുമ്പോൾ റേഷ്യോയെ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. b 4 ആകുമ്പോൾ ഇവിടെ 4 ആവും. എന്ത് ചെയ്തു, b 4 ആകുമ്പോൾ a എത്ര ആവും, 10 ആവും. b 4 ആകുമ്പോൾ c എത്ര ആവും, 3 ആവും. a/c 10:3 ആണ്. a/c എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ആണ്, ഇത് 10:3. ഈ റേഷ്യോ അതല്ലേ, ഇത് 10:6. അപ്പൊ ഇതുമല്ല ആൻസർ 10:3, 2 വെച്ച് കിട്ടുമ്പോൾ 10:3. ആ റേഷ്യോ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മാത്രം. നിങ്ങൾ ബിഗിനർ എന്നുള്ള ലെവലിൽ നിന്നും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, നല്ല അനാലിസ് ചെയ്ത് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If 30% of the water from the bucket A is added to bucket B, find out the ratio between bucket A, B, C if the water in bucket B increases by 40% and A is to C എന്നുണ്ട് 8:7. 8:7 A is to C വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഓപ്ഷൻ ബി മാർക്ക് ചെയ്ത് പോകും. കാര്യം 8:7 A is to C, സോറി എയും സിയും A, B, C. ഓക്കെ, A is to C ആണ് 8:7. ഓപ്ഷൻ ഡി ചെയ്യും. നോക്കിക്കോണം, റേഷ്യോയിൽ ഇങ്ങനെ ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു, ഇത് ഞാൻ പറഞ്ഞു തരുമ്പോൾ തോന്നും എയും സിയും വരുന്നത് 8:7. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ ആയിരുന്നു വെച്ചോ, 8:16 റേഷ്യോ 7:14 ഇങ്ങനെ ആയിരുന്നു വെച്ചോ. ഇങ്ങനെ ആയിരുമ്പോൾ ഇതെന്താ, ഇത് 8:7 അപ്പൊ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, എയും സിയും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ആയിരുന്നു ഓപ്ഷൻ എന്ന് വെച്ചോ. ഇനി എന്താണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്, ഒരു എ എന്ന് പറയുന്ന ബക്കറ്റിൽ നിന്നും 30% വെള്ളം എടുത്ത് ബി എന്ന് പറയുന്ന ബക്കറ്റിലോട്ട് ഇട്ടപ്പോൾ എയിൽ നിന്നും 30% വാട്ടർ കുറഞ്ഞു, ബിയിൽ എന്ത് ചെയ്തു, 40% വാട്ടർ കൂടി. അർത്ഥം എന്താ, എയുടെ 30% എന്ന് പറയുന്നത് എന്താണ്, ബിയുടെ 40%. അതായത് എയിൽ നിന്ന് എടുത്ത എത്ര വെള്ളം കുറഞ്ഞോ അത്രയും വെള്ളം ബിയിൽ കൂടി. അപ്പൊ a/b ഡയറക്റ്റ് എന്ത് കിട്ടും, നമുക്ക് 40/30 പെർസെന്റേജ് പോയി, ഒരു 0 പോയി 4/3 കിട്ടും. അപ്പൊ a/b 4/3 ആണ്. അപ്പൊ a/b 4/3 വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, a/b 4/3 അല്ല, a/b 4/3 അല്ല, a/b 4/3 അല്ല,
ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാതെ എന്ത് ചെയ്യാം, പിന്നെ അടുത്ത ഇതും ഈക്വൽ ആണെങ്കിലോ, A:B ഇത് 4:3 എങ്ങനെയാണെന്ന് വെച്ചോ, 4:3 ഇത് 8:, അങ്ങനെയാണെന്ന് വെച്ചോ, 4:3 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ ABC എയും ബിയും 4, 3 കിട്ടി. ഇത്രയൊന്നും ചെയ്യണ്ട, ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടി കഴിഞ്ഞു. ഇപ്പൊ അങ്ങനല്ല, വേറൊരു ഓപ്ഷൻ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ല, അങ്ങനെ വരത്തില്ല. രണ്ടെണ്ണം എയും സിയും സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ ആ ഒരു ഓപ്ഷൻ ഒന്നേ കാണത്തുള്ളൂ. അല്ലാതെ ഇതിന്റെ ജനറൽ മെത്തേഡ് എന്താ, എയും ബിയും 4:3. ഞാൻ ഇപ്പോഴും പറയുന്നു, ക്ലാസ് സ്പീഡായി എന്ന് തോന്നുന്നവർക്ക് ബേസ് ഇല്ല. അപ്പൊ ബേസിക് ക്ലാസ് നിങ്ങൾ റേഷ്യോ പ്രൊപ്പോർഷൻ ദിശ അക്കാഡമി മലയാളം എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ബേസിക് ക്ലാസ് 1.5 മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ട്, അതെടുത്ത് കാണുക. അതില്ലാത്തത് കൊണ്ടാണ് സ്പീഡാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബിഗിനർ ലെവലിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, നന്നായിട്ട് സെറ്റാക്കി നോക്കുക. അപ്പം എയും സിയും 8:7. അപ്പൊ 8 ആവുമ്പോൾ ഇത് 6 ആവും, ഇതെന്താവും 7 ആവും. 8:6:7 ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2 ക്വസ്റ്റ്യനോട് ചെയ്തിട്ട് നമുക്ക് നിർത്താം. അടുത്ത ക്വസ്റ്റ്യൻ, A:B+C വന്നിട്ടുണ്ട് 1:3, C:A+B വന്നിട്ടുണ്ട് 5:7. ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത്. സാധാരണ പ്രിലിംസ് എക്സാംസിന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇത് ഇത്രയും തന്നിട്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തുണ്ട്, കുറച്ച് ടിസ്റ്റ് ഉണ്ട്, കുറച്ച് വലിയ ഡേറ്റ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ എക്സാമിന് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ഇത് 4, ഇത് 12, ഇവിടെ 3, 3, 9, A എന്ന് പറഞ്ഞാൽ 3 ആണ്, A എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, C എന്ന് പറഞ്ഞാൽ 5 ആണ്, 5, 3, ഇവിടെ 8 വന്നു. ഞാൻ എങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞുതരാം. √3 B 7 ആണ്. A നമുക്ക് എത്ര കിട്ടി, 3. അപ്പൊ B എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, 4, 3, B+C, ബിയും സിയും. B എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 7. C എന്ന് പറഞ്ഞാൽ B എന്ന് പറഞ്ഞാൽ 7 അല്ലല്ലോ, B എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, B 4, 4, 4, 5, 9. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, ഇത് 2, ഇത് 3, 3√3 റേഷ്യോ 2 ഓപ്ഷൻ A എന്ത് ചെയ്യും, ഞാൻ മാർക്ക് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഇത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത്? സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒറ്റ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ. A:B+C. A 1 യൂണിറ്റ് ആണെങ്കിൽ B+C 3 യൂണിറ്റ് ആണ്. C 5 യൂണിറ്റ് ആണെങ്കിൽ A+B 7 യൂണിറ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ A+B+C എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി ആണ്, അത് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ A+B+C 1, 3, 4 യൂണിറ്റ് വരുന്നുള്ളൂ. ഇവിടെ A+B+C 7, 5, 12 യൂണിറ്റ് വരുന്നുള്ളൂ. രണ്ടിനെ ഈക്വൽ ആക്കാൻ വേണ്ടി രണ്ടിടത്തും 12 ആക്കുക. ഇവിടെ 12 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ റേഷ്യോ നമ്മൾ 4 ഗുണം 3 ആണ് 12, 3 കൊണ്ട് ഗുണിക്കണം. എന്താകും ഈ റേഷ്യോ, 3:9 ആവും. അതായത് A 3 ആണെങ്കിൽ B+C 9 ആണ്. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 3 കിട്ടി. സിയുടെ വാല്യൂ എന്ത് കിട്ടി, 5 കിട്ടി. കാര്യം അതേ വാല്യൂ എഴുതിയിരിക്കുന്നത്. അപ്പം A 3 ആണ്, B+C 9 ആണ്. നീ ഈ വാല്യൂ എടുക്കണ്ട. B+C 9 എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ 5 ആണെങ്കിൽ B എത്ര വരും, B 4 വരും. എയും ബിയും സിയും കിട്ടി, അതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഡയറക്റ്റ് ആ വാല്യൂ എടുത്ത് കൊടുക്കുന്നുണ്ടോ, ഡയറക്റ്റ് എഴുതാൻ പറ്റണം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ CGLന്റെ സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞപ്പോഴും പറഞ്ഞു, ബിഗിനർ ആയിട്ടുള്ളവരുണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, പ്രോ ലെവലുണ്ട്. ഇപ്പോൾ പ്രോ ലെവൽ ആൾക്കാർ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കണം. ഇന്റർമീഡിയറ്റ് ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബിഗിനർ ആയിട്ടുള്ളവർ എന്ത് ചെയ്യണം, ബിഗിനിങ് ആയിട്ടുള്ള ബേസിക് വീഡിയോ കാണും. അപ്പോൾ 3 ലെവലിലുള്ള ആൾക്കാർക്കും ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് √3 അവിടെ ഓൾറെഡി ഉണ്ട്. ബിക്ക് വരെ 4 കൊടുത്തു. C+A എന്ന് പറയുമ്പോൾ A+C 5, 3, 8 എഴുതി. കണ്ടോ, ഡയറക്റ്റ് എഴുതിയത്. ആ സ്റ്റെപ്പ് ആദ്യം ചെയ്ത മെത്തേഡ് ഒന്നുകൂടെ കാണണം നിങ്ങൾ. എക്ക് വരെ 3 കൊടുത്തു. B+C എന്ന് പറയുമ്പോൾ 5, 4, 9 കൊടുത്തു. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3√3 റേഷ്യോ 2. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്പീഡിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രാക്ടീസ് ആക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എക്സും വൈയും 2 numbers having the opposite signs. x² y² എന്നിട്ടുണ്ട്. ഇത് വാട്ട് ഇസ് എ വാല്യൂ ഓഫ് 3x + 4y / 2x - 3y. ഞാനിത് എക്സാമിന് ചെയ്യുവാണെങ്കിൽ 4, 9, 4 - 9, 12 - 36 - 24 ഓപ്ഷനിലുണ്ട്, നോക്കാം. 8 - 8 - 8 - 27, 8 + 27 37, -27 35 ഓപ്ഷൻ സി എന്ത് ചെയ്യും, മാർക്ക്. ഞാൻ വേറെ ഒന്നും നോക്കത്തില്ല. ഒരു ഓപ്ഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മറ്റേത് സെറ്റ് ആയിക്കോളും. അപ്പം എങ്ങനെയാണ് ചെയ്തത്, x² y² 16:81. ഒന്നുകിൽ x:y എന്ന് പറഞ്ഞാൽ എന്താവാം, 4:9 ആവാം, അല്ലെങ്കിൽ ഒന്നുകിൽ +4 - 9 ആവാം, അല്ലെങ്കിൽ -4 + 9 ആവാം. ഈ രണ്ട് വാല്യൂല്ലേ വരുന്നുള്ളൂ. കാര്യം ഓപ്പോസിറ്റ് സൈൻ ആണ്. അല്ലെങ്കിൽ 4 ആവാം എക്സിന്റെ വാല്യൂ, അല്ലെങ്കിൽ -4 ആവാം. അതിന്റെ സ്ക്വയറും -4ന്റെ സ്ക്വയറും 4ന്റെ സ്ക്വയറും 16 തന്നെയാണ്. 9ന്റെ സ്ക്വയറും -9ന്റെ സ്ക്വയറും 81 തന്നെയാണ്. ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, ഇട്ട് നോക്കണം. ആദ്യത്തെ ഇത് ഇട്ട് നോക്കി ഓപ്ഷനിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് ഇട്ട് നോക്കാം. ആദ്യത്തെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ബിഗിനർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം കിട്ടാതിരിക്കാനുള്ള കാര്യം ഞാൻ പറയട്ടെ.
ഇതെങ്ങനെ എക്സും വൈയും കണ്ടുപിടിച്ചു. എന്നിട്ട് ഇത് ചെയ്യുന്ന നോക്കണം. 3x+ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ എഴുതാതെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. 3 × 4 പ്ലസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരാണോ? -9 ഡിവൈഡഡ് ബൈ 2 × 4 -3 × -9 എഴുതി 12 - 36 / 8 -+27 12 - 36 -24 / 35. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത്രയും ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്ത് വരത്തില്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ ഒന്നുകിൽ സ്കൂളിൽ പഠിച്ച, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് നോക്കി പഠിച്ച ശീലം, അല്ലെങ്കിൽ നിങ്ങളെ ഓഫ്ലൈൻ സെന്ററോ എവിടോ പഠിപ്പിച്ച, നിങ്ങളെ മാത്സ് പഠിപ്പിച്ച ആ ഒരു മെത്തേഡിലുള്ള ചേഞ്ച് ആണ്. അപ്പൊ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതും ഒറ്റ സ്റ്റെപ്പിൽ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ആദ്യം കാണുമ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് തുടക്കത്തിൽ പ്രയാസം കാണും. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ ചാനലിലെ ക്ലാസ് തന്നെ, അതായിരുന്നു എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യകതയെ പറ്റി. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ സ്ട്രാറ്റജി വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. എടുത്തിട്ട് ഞാൻ ചെയ്താണ്ടോ 3x എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ -4 കൊടുത്തു. അപ്പോൾ 12 - 36 12 - 36 -24. ഇത് ഡെയിലി എക്സസൈസ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും. -24 ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അതൊക്കെ ഈ ഒരു ലെവലിൽ നിന്നും നിങ്ങൾ കയറണം. ഈ ഒരു മെത്തേഡ് അല്ല നമുക്ക് എക്സാമിന് വേണ്ടത്. ഇനിയെങ്കിലും മനസ്സിലാക്കും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്. എങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റായിട്ട് പറയണം. ഇത് പറയുന്ന സമയത്ത് പ്രയാസമായിട്ട് തോന്നും, ഇത് ചെയ്യുമ്പോൾ വലിയ പാടായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ മനസ്സ് വെച്ചാൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ ബാക്കിയുള്ളവരെക്കായി മുന്നിലെത്താൻ വേണ്ടി, അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. നമ്മളുടെ ഏത് ക്ലാസ് വേണമെങ്കിലും, എന്റെ ക്ലാസ് നോക്കിയത് ഞാൻ ഒരിക്കലും ഇങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിക്കത്തില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷെ ഇതൊരിക്കലും നിങ്ങൾക്ക് മെത്തേഡായി പഠിക്കാൻ പറഞ്ഞു തരത്തില്ല. ഇതിന്റെ ഒരു സ്റ്റെപ്പ് മേളിലേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, പഠിക്കത്തുള്ളൂ. അതായിരിക്കണം നമ്മളുടെ പഠിത്തം എന്ന് പറയുന്നത്. ഒരു സ്റ്റെപ്പും നിങ്ങൾ പ്രോ ലെവൽ ബാച്ച് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അത് ആ ഒരു ലെവലിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നാൽ മാത്രമേ, ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു, അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ സെറ്റ് ആക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.